മുത്ത എവിടെ? ഞാൻ ഒരു എക്സ് എഴുതാൻ വന്നേ. റൊണാൾഡോ ഇപ്പൊ കാണാനില്ല. അങ്ങനെ കുറേ നേരമായി. കുറെ നേരമായിട്ട് ഇവിടേക്കാണ്. അങ്ങനെ ഇവിടെ പോയി അറിഞ്ഞൂടെ? എനിക്കൊന്ന് കടയിലെല്ലാം പോയാലും പക്ഷെ എടി ആ കിളി പറഞ്ഞതിൻ്റെ കൂടെ നീ അല്ലാതെ വേറെ ആരെങ്കിലും കയറി വരുമോ? ഇനിയിപ്പം കയ്യിൽ പൈസ ഉണ്ടാ? ഇല്ല, അങ്കിളിന്റെ കൊടുത്തമ്മ. നീ കയറ്, എന്തായാലും വീട്ടിൽ കൊണ്ടാക്കാം. കയറ്. അല്ല കുഴപ്പമില്ല, വരും. ഇതിപ്പം എപ്പോഴും വരുമെന്ന് നിന്നാക്കിട്ട് എപ്പോഴും വരും. ഇനി വരായൊന്നുമില്ല. കയറി നീ കയറിഞ്ഞോട്ട്. നീ മുത്തേ ഇങ്ങോട്ട് കയറണ. നീ ഇങ്ങോട്ട് അമ്മ അറിയണം. നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്നത് ഞാൻ നിന്നെ ബൈക്കിൽ വീട്ടിൽ കൊണ്ടുവിട്ട് അമ്മ അറിയണം. എനിക്ക് അമ്മയുടെ രണ്ട് വർത്താനം പറയാനുണ്ട്. നീ ഇങ്ങോട്ട് കയറ്. റൊണാൾഡോ അങ്കിള് നീ കയറി ഇങ്ങോട്ട്. ആൾക്കാർ നോക്കണം. പെട്ടെന്ന് കയറി. അല്ല പിന്നെ ഒരു പെൺകുട്ടിയെ കൊണ്ട് വഴി നിർത്തിയിട്ട് നിന്നെ പറഞ്ഞാൽ മതിയല്ലേ. നീ കയറങ്ങോട്ട്. അങ്ങനെ ഇവിടെ മനസ്സിലായിട്ടുള്ള ആരെങ്കിലും കയറി വരുമോ? വീട് പേടിയൊന്നുമില്ലല്ലോ. പറത്തു ഞാൻ ഇങ്ങനെയാണ് വന്നതിപ്പോ. ഞാൻ ഇവിടെ ഇരുന്ന് ആദ്യം പിടിക്കുന്നത് നിനക്ക് അറിയാൻ പാടില്ലേ? നിനക്കൊന്നും അവന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പാടില്ല. നിനക്കൊന്നും വിളിച്ചു പറയാൻ അറിയാൻ പാടില്ല. എന്റെ ഫോണിൽ ഓഫർ ഇല്ല. എല്ലാത്തിനും എന്റെ അടുത്ത് ചാടിക്കരുത്. ഇനിയിപ്പോ രണ്ടുപേരും അതും ഇതും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മുത്തവിടെ എത്തിയല്ലേ എനിക്ക് സന്തോഷം, മുത്തിന് സന്തോഷം, എന്റെ അളിയന് സന്തോഷം, എന്റെ ബൈക്കിന് സന്തോഷം. ഈ റൊണാൾഡോ എവിടെ പോയി? എനിക്കറിയത്തില്ല. ആ ദേ വരുന്നു. അച്ചാച്ചനെ എവിടെ പോയി കിടക്കുവായിരുന്നു? അച്ചാച്ചനെ വിശ്വാസല്ലേ കൊച്ചിനെ ഞാൻ പറഞ്ഞു വിട്ടത്? ഒന്നുമില്ലേ പറയാൻ? കൊറേ കഷ്ടമാണ് റൊണാൾഡോ. ഒരു പെങ്കൊച്ചുള്ള തള്ളയുടെ ആദ്യം നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. തങ്കച്ചേട്ടത്തി ഇത് മനഃപൂർവ്വം പറ്റിയതല്ല. മനഃപൂർവ്വം തന്നെയാണ്. റൊണാൾഡോയുടെ കൊച്ചായിരുന്നെങ്കിൽ റൊണാൾഡോ ഇങ്ങനെ ഇട്ടിട്ട് പോകുമോ ഏതെങ്കിലും വഴിക്ക്? ഇവനെന്താ വീട്ടിലെത്തി. തങ്കച്ചേട്ടത്തി എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്. ഇവളെന്റെ കുഞ്ഞല്ലേ. ഇവളെ കളഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും പരീക്ഷ കഴിഞ്ഞ 2 മണിക്കൂർ എടുക്കും നീ എന്നോട് പറഞ്ഞില്ലേ? അപ്പൊ അത്ര നേരം ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഓപ്പോസിറ്റ് ഒരു കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെ തകലിന്റെ കൊട്ടും കേട്ട് നിന്നേ. അപ്പൊ സദ്യ വിളയുമ്പോൾ മണം കേട്ടപ്പം കൺട്രോൾ പോയി. അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ഞങ്ങളവിടെ തിരിച്ചറിയും. ഞങ്ങളൊരു 10-12 പേര് ഉടായ്പ ഫുഡ് കഴിക്കാൻ ചെന്നവരെല്ലാം അവർ പിടിച്ച് തടഞ്ഞു വെച്ചിട്ട് പോലീസിൽ ഏൽപ്പിച്ചു. പിന്നെ സ്റ്റേഷനിൽ ചെന്ന് 50 രൂപ പെറ്റി എഴുതി വിട്ട്. സ്കൂളിൽ അവിടെ ചെന്നപ്പോഴത്തേനും അവിടുത്തെ പ്യൂണ് പറഞ്ഞത് ടെസ്റ്റ് കഴിഞ്ഞെന്ന്. വണ്ടിക്കൂലിക്കുള്ള പൈസ പോലീസായിട്ട് ഞാൻ എന്തോരം നടന്ന് എവിടെ വരെ വന്നെന്നറിയാം. എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റത് 1 മണിക്കൂർ ഞാൻ അവിടെ നിന്ന്. അല്ലാതെ കൊച്ചു സൈഫായിട്ട് വന്നില്ല. പിന്നെ കൊച്ചു സൈഫായിട്ട് വന്നു. ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തിയോണ്ട്. നീ എല്ലാവർക്കും പുച്ഛമായിരുന്നല്ലോ. ഇവിടെ പറക്കില്ലല്ലോ ഇവിടെ വരുമ്പോഴത്തേന്. കണ്ട ഒരാപത്തിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. മോളെ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് രാത്രി 10 കിലോ അരി ഞാൻ വേവിച്ച് ഫ്രണ്ടിൽ വെക്കും. മുഴുവൻ തിന്ന് തീർത്തില്ലെങ്കിൽ നടക്കടി. ഇത്ര വലിയ ടാസ്ക്. മണ്ഡപത്തിൽ പേര് എന്തൊരു പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കല്യാണം വിളിച്ചിട്ടില്ല. അവർക്ക് മനസ്സിലായി. അത് എങ്ങനെയാണ് സെൻസർ വല്ലതും വെച്ചിട്ടുണ്ടോ? വീണ്ടും വീണ്ടും മണ്ഡലം തെളിയിച്ചുകൊണ്ടിരിക്കില്ല. നിങ്ങൾ ഫ്രണ്ട് വഴിയായിരിക്കും കയറിയത്. ബാക്ക് വഴി കയറണം. ഇതിനൊക്കെ ഒരു നേക്ക് ഉണ്ടെണ്ണ ഇതുവരെ അറിഞ്ഞൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല അത് നിനക്കെങ്ങനെ അറിയാം? നമ്മൾ എത്രയും പേരാണ് ഇതൊക്കെ. ചോറ കഴിച്ചല്ലേ? പായസം കുടിച്ചാ? എന്ത് കയറി കൊടുപ്പ തരും. എങ്ങനെ കയറും? ഏത് വീട്ടിലോട്ട്